നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇത് വന്നിട്ട് പഞ്ചമി തിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. നാളെ ബുധനാഴ്ച മെയ് മാസം 20-ാം തീയതിയാണ് തിഥി വരുന്നത്. ഇന്ന് ചൊവ്വാഴ്ച രാത്രി 9 മണി വരെ പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ എടുക്കാൻ ഒക്കത്തുള്ളൂ. നമ്മുടെ ചാനല് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ പുതുതായി വരുന്നവരാണ്, നിങ്ങൾക്കും അറിയണച്ചാല് ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ഇത് വന്നിട്ട് വൈകാശി മാസം, അതായത് ഇടവ മാസത്തിലെ വളർപ്പിറ പഞ്ചമി. തിഥി എപ്പോ തുടങ്ങി എപ്പോ വരെ ഇരിക്കുന്നു, എന്തൊക്കെ വഴിപാട് നമുക്ക് ചെയ്യാം, ഇതെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക. പഞ്ചമി തിഥിയിൽ നമ്മൾ വരാഹി അമ്മനിക്ക് എന്ത് വഴിപാട് വെച്ച് പൂജ ചെയ്താലും അത് നമുക്ക് 100% അമ്മ നടത്തി തരും. ഇപ്പോൾ നല്ലൊരു വീട് വേണം എന്ന് മനസ്സിൽ കരുതി വഴിപാട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വന്ന് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വരാഹി അമ്മനിക്ക് ഏത് ദീപമാണ് വയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് അകല് മീൻസ് മൺവിളക്കുണ്ടല്ലോ, മൺവിളക്കിൽ ദീപം വെച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് തേങ്ങാ ദീപം വെക്കുന്നതും പെട്ടെന്ന് അമ്മ പ്രസാദിക്കും. ഇതിൽ മുഖ്യമായിട്ട് വന്നിട്ട് നമുക്ക് പണത്തിന്റെ വരവ് കൂടണം, നമ്മുടെ പണപ്രശ്നങ്ങളെല്ലാം ഇല്ലാതാവണം. അതിനു വേണ്ടി നെല്ലിക്കാ ദീപം വയ്ക്കുന്നത് ഭയങ്കര പവർഫുൾ ആയിരിക്കും. അത് വന്നിട്ട് ഞാൻ നമ്മുടെ പതിവില് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പോൾ നെല്ലിക്കാ ദീപം വയ്ക്കുവാണെങ്കിൽ 5, 9 ഈ കണക്കിന് വെച്ചോളുക. നിങ്ങൾ 5 അകൽ വിളക്ക് എടുത്തോളുക ഫസ്റ്റില്. ദെൻ അതിൻ്റെ മേലെ നെല്ലിക്ക വെച്ചോളുക. ഇത് വന്നിട്ട് ഒരു 5 നിമിഷം അല്ലെങ്കിൽ 10 നിമിഷം വരേക്കും ഇത് ദീപം കത്തിയിട്ടേ ഇരിക്കണം. ഈ നെല്ലിക്ക ദീപം നമ്മൾ വയ്ക്കുന്നതിലൂടെ ലക്ഷ്മി ദേവി വിഗ്രഹം വന്നിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടും, ഐശ്വര്യം ഉണ്ടാവും. വീട് വന്നിട്ട് എപ്പോഴും ഇങ്ങനെ സാമ്പത്തികം വന്നിട്ടേ ഇരിക്കും, ധനപരമായിട്ട് മുന്നോട്ട് പോയിട്ടേ ഇരിക്കും. ശരിയാ? അതായത് നമുക്ക് വന്നിട്ട് പണത്തിന്റെ കഷ്ടമൊന്നുമില്ലാതെ തൃപ്തിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നു ചേരും. 5 അല്ലെങ്കിൽ 9, പിന്നെ 5 കിട്ടിയില്ലെങ്കിൽ 3 ആയാലും മതി, കുഴപ്പമില്ല. ഇത് നെല്ലിക്ക കയ്യിലെടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ മേൽ സൈഡ് വന്നിട്ട് സിസേഴ്സ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ടോ അത് കട്ട് ചെയ്തെടുക്കുക. കുഴി വന്നിട്ട് കുറച്ച് ചെറുതായിട്ട് കുഴി ഇരുന്നാൽ മതി. അതുക്കുള്ളിൽ നെയ്യ് ഒഴിച്ചോളുക. ദെൻ പഞ്ഞിത്തിരി വെച്ച് കത്തിച്ചോളുക. നെല്ലിക്ക നമ്മൾ നോർമലി വെച്ചാൽ നിൽക്കാത്തതിനാലെയാണ് ഞാൻ മൺവിളക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കാൻ പറയുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾ ഒരു തട്ടിൽ വെച്ചാലും മതി, അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തോളുക. ഭയങ്കര പവർഫുൾ ആയതാണ്. വേറൊന്ന്, ഈ ഇപ്പോൾ തട്ടിൽ വയ്ക്കുന്നവരാണെങ്കിൽ കുറച്ച് പച്ചരി അതിൽ തട്ടി പരത്തിയിട്ടാണ് അതിൻ്റെ മേലെ ഈ നെല്ലിക്ക വയ്ക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 5 നെല്ലിക്കയാണ് വെക്കുന്നതെങ്കിൽ അതിനെ ചുറ്റി 5 തുളസിയില കൂടെ വെച്ചോളുക. ലക്ഷ്മി ദേവിയുടെ അരുള് വന്നിട്ട് ആശീർവാദം വന്നിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടാനാണ് തുളസിയില കൂടെ വെക്കാൻ പറയുന്നത്. ഈ തുളസിയിലയും കൂടെ വെച്ചാൽ നമ്മുടെ വീട് വന്നിട്ട് എപ്പോഴും സാമ്പത്തികമായിട്ട് സമ്പത്തിങ്ങനെ വന്നിട്ടേയിരിക്കും. അങ്ങനെ ഇരിക്കും നമ്മുടെ വീടിന്റെ അവസ്ഥ. നമ്മൾ എന്ത് മനസ്സിൽ കരുതുന്നുവോ അത് വന്നിട്ട് നമുക്ക് പോസിറ്റീവായി നടത്തി തരും. ഇനി അടുത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, വരാഹി അമ്മനെ പൊறுത്തവരേക്കും അമ്മയ്ക്ക് ഇഷ്ടമുള്ള പൂക്കൾ ഏതാന്ന് ചോദിച്ചാല് ചെമ്പരത്തി പൂവ്, അതായത് ഒറ്റ ഇതളുള്ള അടുക്കല്ലാത്ത ചെമ്പരത്തി വരുമില്ലേ, അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പൂവാണ്. ഇപ്പൊ ശിലയോ ഫോട്ടോയോ വെച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെമ്പരത്തി പൂവ് അമ്മയ്ക്ക് അലങ്കാരമായിട്ട് വെച്ചോളുക. ചെമ്പരത്തി പൂ ഇല്ലാത്തവർ ഉള്ളത് ഏതാണോ അത് വെക്കുക. ശരിയാ? ഇപ്പോൾ ഫോട്ടോയും ശിലയും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ദീപം വെച്ച് മാത്രം വഴിപാട് ചെയ്തോളുക. അമ്മയെ പ്രാർത്ഥിക്കുന്നതിന് ഫോട്ടോയോ ശിലയോ ഒന്നും വേണമെന്നില്ല, അമ്മ അല്ലാതെ തന്നെ നമുക്ക് പ്രസാദിക്കുന്നതാണ്. പക്ഷെ സത്യസന്ധമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. ഇനി വൈകാശി മാസത്തില് വളർപ്പിറ പഞ്ചമിയില് ആരെല്ലാം വഴിപാട് ചെയ്യണമെച്ചാല്, ഇപ്പോ മുന്നേറ്റം വേണം, അടുത്ത ലെവലിലേക്ക് ജീവിതം കൊണ്ടുപോകണം, സമ്പാദ്യം ഉണ്ടെങ്കിലും നമുക്ക് വീണ്ടും വസതി വരണം, നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകണം, അങ്ങനത്തെ മനസ്സുള്ളവര്, പിന്നെ തൊഴിൽ ചെയ്യുന്നവര്,
തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, നല്ലൊരു തൊഴിലില് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തവര്, എനിക്ക് നല്ലൊരു തൊഴിൽ വേണം, എനിക്കൊരു നല്ല ജോലി വേണം, അങ്ങനെയുള്ളവര്, ബിസിനസ്സിൽ മുന്നേറണം, അല്ല വീട് വാങ്ങണം, അങ്ങനെയുള്ളവരൊക്കെ ഈ വൈകാസി മാസത്തിലെ വളർപ്പിറ പഞ്ചമി നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഇങ്ങനെ ദീപം ഏറ്റിക്കൊള്ളുക. പഞ്ചമി വഴിപാട് നിങ്ങൾ ചെയ്യുന്നതിലൂടെ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അതിനുള്ള ഒരു പടി സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ വീട് വാങ്ങാനാണെങ്കിൽ ആ യോഗം വന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. ഇനി വേറൊന്ന് പറയാം, നെക്സ്റ്റ് മന്തിലിരുന്ന് അമ്മനോടെ നവരാത്രി വരുവാണ്. 9 ദിവസത്തെ പഞ്ചമി ഭയങ്കര സിറപ്പാണത്. പെട്ടെന്ന് തന്നെ അതിനുള്ള അപ്ഡേഷൻ ഞാൻ തരാം. ഇനി പഞ്ചമി തിഥി എപ്പോൾ വരുന്നു എന്ന് നോക്കാം. ഇതിൽ നോക്കിയാൽ നമുക്ക് 2 ദിവസം വഴിപാട് ചെയ്യുന്നതായിട്ട് ഉള്ള ഒരു അവസരമുണ്ട്. നാളെ 20-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4:40 PM ഇരുന്ന് സ്റ്റാർട്ടായി നമുക്ക് അടുത്ത ദിവസം വ്യാഴാഴ്ച ആഫ്റ്റർനൂൺ 2:31 PM വരെയാണ് പഞ്ചമി തിഥി ഇരിക്കുന്നത്. നിങ്ങൾക്ക് ബുധനാഴ്ച രാത്രിയും വഴിപാട് ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ച ബ്രഹ്മമുഹൂർത്ത നേരത്തും പൂജാ വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. പഞ്ചമി തിഥി ഇരിക്കുന്നത് മുഴുനീളം ഇരിക്കുന്ന സമയത്തിനും നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടുതൽ വെച്ച് അമ്മനിക്ക് അലങ്കാരം ചെയ്ത് അമ്മനിക്ക് വേണ്ടിയ എന്താണ് അമ്മനിക്ക് ഇഷ്ടപ്പെട്ട പൊരുൾ അത് വെച്ച് നിങ്ങൾ നൈവേദ്യം ചെയ്ത് അമ്മയെ പ്രാർത്ഥിച്ചോളുക. ഇനി വ്യാഴാഴ്ച വൈകുന്നേരം വഴിപാട് ചെയ്യാമോ എന്ന് ഡൗട്ടുള്ളവരുണ്ടാവാം. ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ പഞ്ചമി തിഥി ഇരിക്കുന്ന സമയത്ത് പഞ്ചമി ദേവിക്ക് വേണ്ടി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് അത്യുത്തമം. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ ബുധനാഴ്ച വൈകുന്നേരത്തിലിരുന്ന് വ്യാഴാഴ്ച ഉച്ച വരെയുള്ള സമയത്തിനും ചെയ്യാവുന്നതാണ്. ശരിയാ. അമ്മ വന്നിട്ട് രാത്രി ദേവതയായതിനാലെ രാത്രി സമയത്തും നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത സമയത്തും ചെയ്യുന്നതാണ് അത്യുത്തമം. ഇപ്പോൾ ഇനി നിങ്ങൾ നിവേദ്യമായിട്ട് ഈ പഞ്ചമിക്ക് വരാഹിയമ്മനക്ക് എന്താ വെക്കേണ്ട വെച്ചാല് സദ്യപ്പരിപ്പുണ്ടല്ലോ, പാസിപ്പരിപ്പ് എന്ന് പറയും, അത് വന്നിട്ട് നിങ്ങൾ പായസം ചെയ്ത് വെച്ചോളുക. പിന്നെ കൂടെ 1 ടംബ്ലർ പാലില് ഷുഗർ ഇട്ടിട്ട് അതിൽ ഒരു ഏലക്ക പൊടിച്ച് ചേർത്തോളുക, അമ്മനക്ക് വെച്ചോളുക. ഇതും നിങ്ങൾക്ക് പറ്റില്ല വെച്ചാല് പനം കർക്കണ്ടോ ഇല്ലെങ്കിൽ വൈറ്റ് ഷുഗറോ വെള്ള ശർക്കരയോ വെച്ചിട്ട് നിങ്ങൾക്ക് അമ്മയ്ക്ക് വഴിപാട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മക്കൾക്ക് വേണ്ടി വഴിപാട് ചെയ്യണം അമ്മമാര് ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചതാണ്, മോന് വേണ്ടി മോക്ക് വേണ്ടി ഞാൻ ചെയ്തോട്ടെ എന്ന് അമ്മ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് പച്ചപ്പയറില്ലേ, ചെറുപയർ ഒരു തട്ടില് നിങ്ങൾ നന്നായിട്ട് ഇട്ട് പരത്തി വെക്കുക. എന്നതിന് ശേഷം അതിലൊരു മൺവിളക്ക് വെച്ചിട്ട് അതിനുള്ളിൽ ഒരു ഏലക്ക ഇട്ടിട്ട് നെയ്യൊഴിച്ച് അല്ലെങ്കിൽ എലിപ്പെണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് കത്തിച്ചോളുക. അതും ചുവന്ന തിരിയാണ് കൂടുതൽ പവർഫുള്ള്. കിട്ടാത്തവര് നിങ്ങൾ വെള്ളത്തിരി കുങ്കുമം കൊണ്ട് പൂശി വെച്ചോളുക. അതിൻ്റെ കൂടെ 1 ടംബ്ലർ പാലിലും ഏലക്ക ഇട്ട് വയ്ക്കുന്നത് ഭയങ്കര നല്ലത്. ഇത് ചെയ്യുന്നതിലൂടെ വരാഹിയമ്മൻ നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും തീർത്തു തരും. ഇപ്പോൾ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അല്ല പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല, അമ്മ പറയുന്നതോ അച്ഛൻ പറയുന്നതോ ഒന്നും കേൾക്കുന്നില്ല, അവരുടെ മനസ്സ് വേറെ രീതിക്കാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഇത് ധാരാളമായിട്ട് ചെയ്തോളുക. പിന്നെ മക്കൾക്ക് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാര്, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെമഡിയാണിത്. പിന്നെ ഈ ദീപം വയ്ക്കുന്നവര്, ചെറുപയർ ദീപം വയ്ക്കുന്നവര്, നിങ്ങൾ ആഴ്ചയിൽ ബുധനാഴ്ച വരാഹിയമ്മനിക്ക് ഈ ദീപം കണ്ടിന്യൂസ്ലി ഒരു 7 നാളോ ഒരു 9 ആഴ്ചയോ 7 ആഴ്ചയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് വരിക. നല്ല ഫലം കിട്ടും. ഇപ്പോൾ പഞ്ചമി തിഥി ആയതിനാല് നിങ്ങൾക്ക് വൈകുന്നേരത്ത് ദീപം ഏറ്റിക്കൊള്ളുക. അതല്ലാത്ത ബുധനാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ബുധൻഹോര എന്ന് പറയുന്നത് രാവിലെ 6 AM മുതൽ 7 AM വരെയാണ് വരുന്നത്. അതിന് ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ ദീപം വെച്ചോളുക. രാത്രിയാണ് ഏറ്റുന്നവരാണെങ്കിൽ രാത്രി ബുധഹോര വരുന്നത് 8 മണിയിലിരുന്ന് 9 മണി വരെയാണ്. ആ സമയത്തിന് ദീപം ഏറ്റിക്കൊള്ളുക. ദീപം വെക്കുമ്പോൾ ആ അകൽ വിളക്കിനടുത്തായിട്ട് 2 തുളസി ഇല കൂടെ വെച്ചോളുക. അമ്മനോട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. നിങ്ങളുടെ മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മനെ ഏറ്റെടുത്ത് അവരുടെ സ്വഭാവവും നന്നാക്കി അവർക്ക് നന്നായിട്ട് പഠിക്കാനും നല്ല ജോലി കിട്ടാനും ഉള്ള എല്ലാ ഒരു പോസിറ്റീവായിട്ടുള്ള അതിന് മുയർച്ച ചെയ്ത് കിട്ടും നിങ്ങൾക്ക്. ദാറ്റ് മീൻസ് വഴികൾ തുറന്നു കിട്ടും. അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തോളുക. ഇനി അടുത്ത എന്താ വെച്ചാല് കടം പ്രശ്നം തീരാനായിട്ട്, നമ്മുടെ കർമ്മം വന്നിട്ട് കുറയാനായിട്ട് ഏത് ദീപം വെക്കണം എന്ന് ചോദിച്ചാല്
ശർക്കര ദീപമാണ് വയ്ക്കേണ്ടത്. വെള്ളം, ജാഗരി എന്നൊക്കെ പറയുന്ന ശർക്കര ദീപം. അപ്പൊ ചോദിക്കും, എങ്ങനെയാ ശർക്കര ദീപം വയ്ക്കുന്നതെന്ന്. നെല്ലിക്ക ദീപം എങ്ങനെ വെച്ചുവോ, ഒരു ഇങ്ങനെ കട്ടക്കിരിക്കുന്ന ശർക്കര എടുത്തോളുക. എന്നിട്ട് അതിന്റെ മേൽഭാഗം ചുരണ്ടിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുഴി ഉണ്ടാക്കുക. കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നെയ്യൂത്തി നിങ്ങൾ ദീപം തിരിയിട്ട് ദീപം വെച്ചോളുക. കുറച്ച് സമയം, ഒരു 5 to 10 നിമിഷം നിങ്ങൾ വെച്ചാൽ മതി. എന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ജാഗരി വന്നിട്ട്, ഈ നമ്മുടെ ശർക്കരയില്ലേ, ഇത് വന്നിട്ട് പൊട്ടിച്ചെടുത്ത് എറുമ്പുകൾക്ക് കൊടുക്കണം. നമ്മൾ വീട്ടിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. എറുമ്പുകൾക്ക് അത് ദാനമായി കൊടുക്കുന്ന മാതിരി എറുമ്പുകൾക്ക് ഇട്ട് കൊടുക്കുക. വീട്ടിന്റെ മുന്നിലോ അല്ലെങ്കിൽ ടെറസിലോ നിങ്ങൾ അത് പരത്തി വിറ്റിരുന്നാൽ മതി. എറുമ്പ് വന്ന് അത് തിന്നോളും. എറുമ്പിങ്ങനെ ഇത് കഴിക്കുക അത് തിന്നുന്നതോടുകൂടി നിങ്ങളുടെ കടം പ്രശ്നം വന്നിട്ട് കുറഞ്ഞു വരും. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ശരിയാ, ചെയ്തു നോക്കണം. സോ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏത് ചെയ്യാൻ പറ്റുന്നുവോ അത് നിങ്ങൾ ചെയ്തോളുക. ഇപ്പോൾ ഒത്തിരി ഡൗട്ട് ചോദിച്ചു വന്ന മെസ്സേജസ് എന്താ വെച്ചാല്, വരാഹി അമ്മനെ ഇതുവരെ പൂജ വഴിപാടൊന്നും ചെയ്തിട്ടില്ല എന്ന് തുടങ്ങണമെന്നത്. അങ്ങനെയുള്ള നിങ്ങൾ പുതിയവരാണ് എന്നുണ്ടെങ്കിൽ അമ്മനക്ക് വഴിപാട് സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസം എന്നത് ഇപ്പോൾ പഞ്ചമിക്ക്, വളർപ്പിറ പഞ്ചമിക്ക് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഇപ്പൊ പഞ്ചമിക്ക് നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അമ്മനക്ക് പൂജ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ദിവസം നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല ബലം കിട്ടും. ഇനി പടമോ ശിലയോ വീട്ടിൽ വാങ്ങി വെക്കണോ, ഫോട്ടോയോ എന്തെങ്കിലും വാങ്ങി വെക്കണോ എന്ന് ഡൗട്ടുള്ളവരുണ്ടാവാം. അതൊന്നും നിങ്ങൾ വാങ്ങി വെക്കണമെന്നില്ല. നിങ്ങൾ അമ്മനെ ഒരു വിളക്ക് വെച്ച് തന്നെ പ്രാർത്ഥിച്ചാലും അമ്മ നിങ്ങൾക്ക് പ്രസാദിക്കുന്നതാണ്. ഇനി വച്ചേ മതിയാവൂ എന്നുള്ളവര് നിങ്ങൾക്ക് ധാരാളമായി വയ്ക്കാം, ഫോട്ടോ ധാരാളമായി വയ്ക്കാവുന്നതാണ്. പക്ഷേ അത് നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടുപോവുക. അമ്മയ്ക്ക് നൈവേദ്യം ചെയ്ത് അമ്മയെ നന്നായിട്ട് അലങ്കരിച്ച് വേണം ദിവസവും നിങ്ങൾ അമ്മയെ നിങ്ങളുടെ വീട്ടിലേക്ക് വരവേൽക്കാനായിട്ട്. പറയുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് മെസ്സേജുകൾക്കുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ പറയുന്നത്. വീണ്ടും കമന്റിൽ ഇത് ചോദിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പതിവ് നിങ്ങൾക്ക് പിടിച്ചിരുന്നാൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല, നിങ്ങൾ ചാനലിലേക്ക് പുതുതായി വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. മാത്രമല്ല, പഞ്ചമി തിഥി ആരും മിസ് ചെയ്യരുത്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഈ പഞ്ചമി തിഥിക്ക് നമ്മൾ വരാഹി അമ്മനക്ക് പൂജ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അടുത്ത പഞ്ചമി തിഥിക്കുള്ളിൽ നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം അമ്മ നടത്തിത്തരും എന്നത് യാതൊരു സംശയമില്ലാത്തതാണ്. സോ എല്ലാവരും നന്നായിട്ട് അമ്മനെ പ്രാർത്ഥിച്ച് ആവശ്യങ്ങൾ നിറവേറ്റിയെടുത്തോളുക. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.